കേരള PSC 23/12/2023 നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി തസ്തികയുടെ ചോദ്യങ്ങളും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 2244/23 ആണ്. ഈ പരീക്ഷ നടന്നത് 23/12/2023 ആണ്. ചോദ്യം 1. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഇതിൻ്റെ ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 2. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതെല്ലാം? അതിൻ്റെ ഉത്തരം ബി ആണ്. 1ഉം 3ഉമാണ് ശരി അല്ലാത്തത്. 1ഉം 3ഉം. ചോദ്യം 3. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏത്? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏത്? ഉത്തരം ഡി ആണ്. ബേപ്പൂർ തിരൂർ. ഉത്തരം ഡി ആണ്. ബേപ്പൂർ തിരൂർ. ചോദ്യം 4. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആര്? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ഉത്തരം ബി ആണ്. ടി പ്രകാശം. ചോദ്യം 5. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഡി ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ചോദ്യം 6. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ചോദ്യം 6. ഉത്തരം സി ആണ്. പോർച്ചുഗീസ്. ചോദ്യം 7. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? ചോദ്യം 7. ഉത്തരം ബി ആണ്. 1ഉം 2ഉമാണ് ശരി. ചോദ്യം 8. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സുകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ചോദ്യം 8. അതിൻ്റെ ഉത്തരം ഡി ആണ്. 3ഉം 4ഉമാണ്. ചോദ്യം 9. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന റെയിൽപാത ഏത്? കേരളത്തിലെ പ്രധാന ജലപാത ഏത്? ഉത്തരം സി ആണ്. NW3. ചോദ്യം 10. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏത്? ചോദ്യം 10. ഉത്തരം എ ആണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ചോദ്യം 11. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോടുകൂടിയ കൊടുങ്കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡി ആണ്. നോർവെസ്റ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചോദ്യം 12. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏത്? ചോദ്യം 12. ഉത്തരം ബി ആണ്. കോൽക്കട്ട. ചോദ്യം 13. ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് ഏത്? എപ്പോഴാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ചോദ്യം 13. ഉത്തരം സി ആണ്. ബഡ്ജറ്റ് ലൈനും നിസ്സംഗതാ വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. ചോദ്യം 14. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം ഏത്? ചോദ്യം 14. ഉത്തരം സി ആണ്. പണം. ചോദ്യം 15. ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്? ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്? ഉത്തരം ഡി ആണ്. ഇവയെല്ലാം. ചോദ്യം 16. ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? ഉത്തരം ബി ആണ്. ഡെറിവേഡ് ഡിമാൻഡ്. ഉത്തരം ബി ആണ്. ഡിറൈവ്ഡ് ഡിമാൻഡ്. ചോദ്യം 17. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ ഏതാണ്? ഉത്തരം എ ആണ്. ബാങ്ക് നിരക്ക്. ചോദ്യം 18. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത് ഏതാണ്? ചോദ്യം 18. ഉത്തരം സി ആണ്. വീട്ടമ്മമാരുടെ സേവനം. ചോദ്യം 19. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഉത്തരം ഡി ആണ്. ഒള്ളി 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ചോദ്യം 20. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഉത്തരം എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന.
ചോദ്യം 21. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഉത്തരം സി ആണ്. 2ഉം 3ഉമാണ് ശരി. ചോദ്യം 22. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ചോദ്യം 22. അതിൻ്റെയും ഉത്തരം സി ആണ്. ഒള്ളി 1ഉം 2ഉം. ചോദ്യം 23. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ചോദ്യം 23. അതിൻ്റെ ഉത്തരം ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ചോദ്യം 24. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം 24. ഉത്തരം ബി ആണ്. 1ഉം 2ഉം. ചോദ്യം 25. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഉത്തരം ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം. ചോദ്യം 26. റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഉത്തരം സി ആണ്. 1ഉം 3ഉം. ചോദ്യം 27. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ചോദ്യം 27. ഉത്തരം ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് 1, 2 ആൻഡ് 3. ചോദ്യം 28. ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ചോദ്യം 28. ഉത്തരം എ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ചോദ്യം 29. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ചോദ്യം 29. ഉത്തരം ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ചോദ്യം 30. കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ചോദ്യം 30. ഉത്തരം എ ആണ്. ഓൾ ഓഫ് ദി എബവ് 1, 2, 3. ചോദ്യം 31. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ചോദ്യം 31. ഉത്തരം ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് 1, 2, 3 ഇതെല്ലാം ശരിയാണ്. ചോദ്യം 32. മനുഷ്യ ഹൃദയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? മനുഷ്യ ഹൃദയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ചോദ്യം 32. എ ആണ് ശരിയായ പ്രസ്താവന. മുകളിലത്തെ 2 അറകളിൽ ഒന്ന് ഇടത് ഏട്രിയം മറ്റേത് വലത് ഏട്രിയം എന്നും താഴത്തെ 2 അറകളിൽ ഒന്ന് ഇടത് വെൻട്രിക്കിൾ മറ്റേത് വലത് വെൻട്രിക്കിൾ എന്നും പറയുന്നു. അതാണ് ശരി. ചോദ്യം 33. വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ്? ചോദ്യം 33. ഉത്തരം ബിയുമായിട്ടാണ്. 2021 ലോക പക്ഷാഘാത ദിന സന്ദേശമാണ്. ചോദ്യം 34. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വൈറസ് രോഗം? ഉത്തരം ഡി ആണ്. ജലദോഷം. ചോദ്യം 35. 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം എന്തിനാണ് ലഭിച്ചത്? ചോദ്യം 35. ഉത്തരം ബി ആണ്. ചൂടും സ്പർശനവും വേദനയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട നാഡീവ്യൂഹത്തിലെ സ്വീകരണികളെക്കുറിച്ചുള്ള പഠനത്തിനാണ് ലഭിച്ചത്. ചോദ്യം 36. തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം. ഉത്തരം ഡി ആണ്. ജീവകം ബി. ചോദ്യം 37. എന്താണ് യൂട്രോഫിക്കേഷൻ? യൂട്രോഫിക്കേഷൻ എന്നാൽ എന്താണ്? ചോദ്യം 37. ഉത്തരം എ ആണ്. ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുന്നതിനെയാണ് യൂട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ചോദ്യം 38. ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിതകർഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം 38. ഉത്തരം എ ആണ്. അതിൻ്റെ ഉത്തരം 4ാമത്തേതാണ് ശരിയായ പ്രസ്താവന. ചോദ്യം 39. ഗുരുത്വ ത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഗുരുത്വ ത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ചോദ്യം 39. ഉത്തരം സി ആണ്. 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. ചോദ്യം 40. പ്രകാശ വൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന ഏത്? പ്രകാശ വൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന. ഉത്തരം സി ആണ്. 4ാമത്തേതാണ്. ചോദ്യം 41. 2022 ഊർജ്ജതന്ത്രത്തിൽ നോബൽ പ്രൈസ് നേടിയത് ഏത് ഊർജ്ജതന്ത്ര ഗവേഷണത്തിനായിരുന്നു? ചോദ്യം 41. ഉത്തരം എ ആണ്. ക്വാണ്ടം മെക്കാനിക്സ്. ചോദ്യം 42. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാനിടയുള്ളത് ഏത് മൂലകത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ചോദ്യം 42. ഉത്തരം ബി ആണ്. ഫോസ്ഫറസ്.
ചോദ്യം 43. ലൂയിസ് സിദ്ധാന്തപ്രകാരം ആസിഡ് ആയിട്ടുള്ളത് ഏതാണ്? ചോദ്യം 43. ഉത്തരം ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 44. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഏത്? ഉത്തരം ബി ആണ് എത്തനോൾ. ചോദ്യം 45. ആധുനിക സിദ്ധാന്തമനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ചോദ്യം 45. ഉത്തരം ബി ആണ് ഓർബിറ്റൽ. ചോദ്യം 46. ചുവടെ തന്നിരിക്കുന്ന കവികളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവർ ആരെല്ലാം? ചോദ്യം 46. ഉത്തരം സി ആണ് 1, 3, 4 ശരി. ചോദ്യം 47. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ, നാവു വരണ്ടഹോ ഭീതി വേണ്ട, തരികതെനിക്ക് നീ എന്നീ പ്രകാരം ദാഹജലം ചോദിച്ചത് ആര്? ചോദ്യം 47. ഉത്തരം ബി ആണ് ആനന്ദൻ മാതങ്കിയോടാണ്. ചോദ്യം 48. മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്ര ആവിഷ്കാരവുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ചോദ്യം 48. ഉത്തരം എ ആണ് 1, 2, 3 ഇവയാണ് ശരി. ചോദ്യം 49. സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം സി ആണ് എം മുകുന്ദൻ. ചോദ്യം 50. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏത്? ചോദ്യം 50. ഉത്തരം സി ആണ് 1, 3, 4 ശരിയായിട്ടുള്ളത്. ചോദ്യം 51. 3/12 എത്ര കൂട്ടിയാലാണ് 1 ലഭിക്കുന്നത്? ചോദ്യം 51. അതിൻ്റെ ഉത്തരം ബി ആണ് 3/4. ചോദ്യം 52. 630 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? ചോദ്യം 52. ഉത്തരം എ ആണ് മണിക്കൂറിൽ 90 കിലോമീറ്റർ. ചോദ്യം 53. ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 11 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായിട്ടുള്ള അകലം ഏതാണ്? ഉത്തരം എ ആണ് 10 മീറ്റർ. ചോദ്യം 54. ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം 4 ആയാൽ ഭിന്നസംഖ്യ ഏത്? ചോദ്യം 54. ഉത്തരം ഡി ആണ് 32. ചോദ്യം 55. ഒരു തോട്ടത്തിൽ 3249 തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിരിക്കുന്നു. നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണ് എങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകളാണ് ഉള്ളത്? ചോദ്യം 55. ഉത്തരം സി ആണ് 57 തെങ്ങ്. ചോദ്യം 56. ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടിയപ്പോൾ 100 കിട്ടിയെങ്കിൽ സംഖ്യയുടെ 3 മടങ്ങ് എത്രയാണ്? ചോദ്യം 56. ഉത്തരം സി ആണ് 30. ചോദ്യം 57. ഓഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെങ്കിൽ നവംബർ 30 ഏത് ദിവസമായിരിക്കും? ചോദ്യം 57. ഉത്തരം ഡി ആണ് വ്യാഴം. ചോദ്യം 58. 587 രൂപ സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 5 വർഷം പൂർത്തിയായപ്പോൾ പലിശയും മുതലും തുല്യമായി എങ്കിൽ 100 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര? ചോദ്യം 58. ഉത്തരം സി ആണ് 20. ചോദ്യം 59. 126 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ്? ചോദ്യം 59. ഉത്തരം ബി ആണ് 84. ചോദ്യം 60. ചോദ്യം 60ൻ്റെ ഉത്തരം ഡി ആണ് 50. ചോദ്യം 61. Where did you go yesterday? The policeman told the boy. Choose the correct sentence in the reported speech. ചോദ്യം 61. ഉത്തരം സി ആണ്. The policeman asked the boy where he had gone the previous day. ചോദ്യം 62. The athlete dashed on the ground and cried for help. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ചോദ്യം 62. അതിൻ്റെയും ഉത്തരം ബി ആണ്. ചോദ്യം 62. ഉത്തരം എ ആണ്, ലേ ആണ് അവിടെ ശരിയായിട്ടുള്ളത്. ചോദ്യം 63. ഫൈൻഡ് ദി റോങ് സ്പെൽറ്റ് വേർഡ്. തെറ്റായ വാക്ക് ഏത്? ചോദ്യം 63. ഉത്തരം ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 64. ദ ഇഡിയം ഓൺ ദി ത്രോട്ട് മീൻസ്. അതിൻ്റെ അർത്ഥം. ചോദ്യം 64. അതിൻ്റെ ഉത്തരം ബി ആണ്, കോൺസിക്യൂട്ടീവ്ലി. ചോദ്യം 65. ദ വേർഡ്
കട്രോപോട്ടോഫോബിയ മീൻസ് ദ വേർഡ്, അതിൻ്റെ അർത്ഥം എന്താണ്? ചോദ്യം 65, ഉത്തരം എ ആണ്, ദ ഫിയർ ഓഫ് മിറേഴ്സ്. ചോദ്യം 66, ബാലൂസ് റിട്ടൺ ഇൻ ദ ബുക്ക് ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? ചോദ്യം 66, ഉത്തരം ബി ആണ്, ഹാസ് ഇൻഡ് ഹി. ചോദ്യം 67, ദ മീനിങ് ഓഫ് ദി ഫ്രേസ് കാർട്ട് ബാലൻസ്. ചോദ്യം 67, ഉത്തരം ഡി ആണ്, ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് വൺ തിങ്ക് ബെസ്റ്റ്. ചോദ്യം 68, ദ അൻറ്റോണിംസ് ഓഫ് ദി വേർഡ് റിഡൻഡൻറ്റ്. ചോദ്യം 68, ഉത്തരം സി ആണ്, നെസസറി. ചോദ്യം 69, ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ്. 69ൻ്റെ ഉത്തരം എ ആണ്, ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹി കെയിം. ചോദ്യം 70, ദ ഓഫീസർ വെൻറ്റ് ഡാഷ് ദ റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്രൂവ്ഡ് ഇറ്റ്. അവിടെ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്തെഴുതുക. ചോദ്യം 70, ഉത്തരം ബി ആണ്, ഓവർ. ചോദ്യം 71, ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. ചോദ്യം 71, ഉത്തരം ബി ആണ്, സ്വാദിഷ്ടം. ചോദ്യം 72, ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുത്ത് എഴുതുക. ചോദ്യം 72, ഉത്തരം എ ആണ്, വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ല അവൻ അവിടെ പഠിക്കാൻ പോയത്. ചോദ്യം 73, സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം, ഉത്തരം ഡി ആണ്. ചോദ്യം 73, സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം സിംഹത്തിൻ്റെ വലിയ ഭാഗം, ബി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 74, അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏത്? ചോദ്യം 74, ഉത്തരം എ ആണ്, മനുജൻ. ചോദ്യം 75, സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദം, ഉത്തരം ഓർമ്മിക്കുക, സി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 76, വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ ഏത്? ചോദ്യം 76, ഉത്തരം ഡി ആണ്, വെഞ്ച് അധികം ചാമരം. ചോദ്യം 77, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ചോദ്യം 77, ഉത്തരം ബി ആണ്, വിദുഷി. ചോദ്യം 78, താഴെ പറയുന്നവയിൽ ബഹുവചനം അല്ലാത്തത് ഏത്? ചോദ്യം 78, ഉത്തരം ബി ആണ്, മർത്യർ. ചോദ്യം 79, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി. ചോദ്യം 79, ഉത്തരം സി ആണ്, നിത്യാഭ്യാസി ആനയെ എടുക്കും. ചോദ്യം 80, ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ഏത്? ചോദ്യം 80, ഉത്തരം എ ആണ്, ക്ഷോഭി. ചോദ്യം 81, താഴെ പറയുന്ന വസ്തുക്കളിൽ ഉൽപ്പന്നത്തിന് ഉദാഹരണമാകാവുന്ന വസ്തു ഏത്? ചോദ്യം 81, ഉത്തരം ബി ആണ്, 2 മാത്രം. ചോദ്യം 82, LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് ഏതാണ്? ചോദ്യം 82, ഉത്തരം ബി ആണ്, 2%. ചോദ്യം 83, LPG ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? ചോദ്യം 83, ഉത്തരം എ ആണ്, ഈഥയിൽ മെർക്യാപ്റ്റൻ. ചോദ്യം 84, BLEV എന്നതിൻ്റെ പൂർണ്ണ രൂപം ഏതാണ്? ചോദ്യം 84, ഉത്തരം സി ആണ്, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോറേഷൻ. ചോദ്യം 85, ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം 85, ഉത്തരം ഡി ആണ്, പാസ്കലിൻ്റെ നിയമം. ചോദ്യം 86, ഹാനികരമായ വസ്തുവിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണ് ഡാഷ്. ചോദ്യം 86, ഉത്തരം എ ആണ്, TREM കാർഡ്. ചോദ്യം 87, ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്ര? ചോദ്യം 87, ഉത്തരം സി ആണ്, 540. ചോദ്യം 88, ഡിസ്ചാർജ് ഹോൺ ഏതുതരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഭാഗമാണ്? ചോദ്യം 88, ഉത്തരം എ ആണ്, DCP എക്സ്റ്റിങ്ക്യൂഷർ. എ ആണ് അതിൻ്റെ ഉത്തരം, 2 മാത്രമാണ് ശരി. കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷർ, ഉത്തരം എ ആണ്, 2 മാത്രം.
ചോദ്യം 89. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിൻ്റ് എത്രയാണ്? മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിൻ്റ് ഉത്തരം ഡി ആണ്, 38 ഡിഗ്രി സെൽഷ്യസ്. ചോദ്യം 90. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ചോദ്യം 90. അതിൻ്റെ ഉത്തരം സി ആണ്, വിറ്റാമിൻ കെ. ചോദ്യം 91. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ചോദ്യം 91. ഉത്തരം ബി ആണ്, കാർഡിയോ പൾമിനറി റെസിറ്റേഷൻ. ചോദ്യം 92. താഴെ പറയുന്നവയിൽ എമർജൻസി ഹോർമോൺ ഏത്? ചോദ്യം 92. ഉത്തരം എ ആണ്, അഡ്രിനാലിൻ. ചോദ്യം 93. രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നവ ഏതാണ്? 93. ഉത്തരം സി ആണ്, ഹീമോഗ്ലോബിൻ. ചോദ്യം 94. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏത്? ചോദ്യം 94. ഉത്തരം ബി ആണ്, ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. ചോദ്യം 95. താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏത്? 95. ഉത്തരം ഡി ആണ്, കാർബൺ മോണോക്സൈഡ്. ചോദ്യം 96. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ബി ആണ്, മൂന്നാമത്തേത് ശരിയല്ല. ചോദ്യം 97. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷകർ ചെയ്യരുതാത്തത് ഏതാണ്? ചോദ്യം 97. ഉത്തരം എ ആണ്, നാലാമത്തേത് ചെയ്യരുത്. അറിയാവുന്ന ചികിത്സ നൽകണം. ചോദ്യം 98. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി മാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നത് ഏതാണ്? ചോദ്യം 98. ഉത്തരം ഡി ആണ്, വിഷമഭംഗം. ചോദ്യം 99. IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 99. ഉത്തരം സി ആണ്, വകുപ്പ് 66F. ചോദ്യം 100. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം എ ആണ്, വകുപ്പ് 66D. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.